SSC കണ്ടക്ട് ചെയ്തു വരുന്ന 10th ലെവൽ എക്സാമായ SSC MDS ഹവൽദാർ എക്സാംസിന്റെ ആൻസർ കീ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം 2025 ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ ഫെബ്രുവരി 2026 ഫെബ്രുവരി 4 മുതൽ 20-ാം തീയതി വരെയുള്ള ഡേറ്റുകളിൽ പല ഷിഫ്റ്റുകളിലായിട്ടാണ് നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്തത്. ഏകദേശം 13 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആൻസർ കീ ഇട്ടിട്ടുണ്ട്. ആൻസർ കിട്ടും. നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയാൽ നമുക്കത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റെസ്പോൺസ് ഷീറ്റിൽ അല്ലെങ്കിൽ ആൻസർ കീയിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. മാർച്ച് 3 മുതൽ മാർച്ച് 6 വൈകിട്ട് 6 മണി വരെ ആയിരിക്കും അതിന്റെ ടൈം. അത് കഴിഞ്ഞിട്ടുള്ള ഒന്നും അവർ എന്റർടൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ക്വസ്റ്റ്യന് 50 രൂപ വെച്ചായിരിക്കും ഈ ഒരു ചലഞ്ചിങ്ങിന്റെ ഫീസായിട്ട് വരുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉള്ള കുട്ടികളുണ്ട് എങ്കിൽ ഈ ഒരു അവസരം പരമാവധി യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് എന്നൊരു ചോദ്യം ഉണ്ട് എങ്കിൽ NDS കിട്ടിയ കുട്ടികൾക്ക് ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹവൽദാർ കിട്ടിയ കുട്ടികൾക്ക് PET അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതേപോലെ തന്നെ PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും എന്നൊരു കടമ്പ കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ 1600 മീറ്റർ 15 മിനിറ്റിൽ നടന്ന് കംപ്ലീറ്റ് ചെയ്യണം, വോക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കുട്ടികളാണ് എങ്കിൽ 1 കിലോമീറ്റർ അതായത് 1000 മീറ്റർ 20 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ്, ചെസ്റ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ വെയിറ്റ്, ഈ ഒരു മെഷർമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആൻസർ കീ എടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, വലിയ പഠിക്കാതെ കൊടുത്തയാണെങ്കിൽ പോലും അങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ പോലും ഈ ആൻസർ കീ ജനറേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചറിൽ അടുത്ത ഒരു എക്സാമിന് ഇതൊരു ബേസ് ആയിട്ട് വന്ന് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ മാർച്ച് 6 വൈകിട്ട് 6 മണി വരെ മാത്രമായിരിക്കും ഈ ഒരു അവസരം ഉണ്ടായിരിക്കുക. എല്ലാവരും പരമാവധി ഉപയോഗിക്കുക.